ഇപ്പോൾ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ഇന്ന് രാവിലെ കോടതി ഈ വിഷയം പരിഗണിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ മാതൃഭൂമി ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസിലൂടെ സംസാരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ അംഗം നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങുകൂടി പങ്കെടുത്ത ചർച്ചയിൽ പോലും ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ സ്വീകരിച്ചൊരു നിലപാട് ഇത് കോടതി പരിഗണിക്കുന്ന വിഷയമാണ്. ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട വിധിയിൽ പറയുന്ന കാര്യങ്ങളെ പറ്റി പോലും പരാമർശിക്കാനില്ല, ഇത് കോടതി പരിഗണിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി പരിഗണിച്ച് പറയുകയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി അന്വേഷണം വേണം എന്നുള്ളത്, ശബരിമലയിലെ സ്വർണ്ണത്തിന് കണക്കില്ല എന്നുള്ളത്. ഇത്രയും ഗുരുതരമായ പരാമർശങ്ങൾ വരുമ്പോഴും ഇനി കോടതി പറഞ്ഞതിന് ശേഷം, അന്തിമ വിധി വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്ന നില സ്വീകരിക്കാൻ കഴിയുമോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്? ഒരിക്കലും സാധിക്കില്ല. കഴിഞ്ഞ ദിവസം അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ രണ്ടുപേരും പങ്കെടുത്ത ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ സംശയത്തിന്റെ നിലയിൽ നിർത്തരുത്, അദ്ദേഹം ഇതിന്റെ സ്പോൺസർ ആയിട്ടുള്ള ഒരാളാണ്, കോടതിയുടെ വിധി ഒരു അന്തിമ വിധിയല്ല, അതൊരു മുൻവിധി മാത്രമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ സംശയത്തിന്റെ നിലയിൽ നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അന്നത്തെ ദിവസത്തെ ഹൈക്കോടതിയുടെ വിധി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യക്തിക്കെതിരെ തന്നെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്, ഒരാളുടെയും അനുമതിയില്ലാതെ 1997 മറ്റോ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഗോൾഡൻ പ്ലേറ്റുകൾ ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയെ അതിന്റെ മരാമത്ത് പണി നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും അത് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുകയും ദേവസ്വത്തിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ അനുഗമിക്കുന്നില്ല ഇദ്ദേഹത്തെ തന്നെ ചെന്നൈയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ മിനുക്കുപണികൾ നടത്താൻ വേണ്ടി ഏൽപ്പിക്കുകയും ഇത് കൊടുത്തുവിട്ടിട്ടുള്ള ആൾ ഏതാണ്ട് 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെന്നൈയിൽ ഈ പറയുന്ന സ്ഥാപനത്തിൽ സ്മാർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്തിക്കുകയും അത് എത്തിച്ച സമയത്ത് തന്നെ ഏതാണ്ട് 5 കിലോന്റെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ തന്നെയാണ് ഇതിവിടെ മടക്കിക്കൊണ്ടുവരുന്ന സമയത്ത് പീഠങ്ങൾ അതിനോടൊപ്പം കാണുന്നുമില്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, 2 സാധ്യതകളാണുള്ളത്. ഒന്നല്ലെങ്കിൽ ഇവിടെ ഈ ചെന്നൈയിലുള്ള സ്ഥാപനത്തിൽ വെച്ച് ഈ മിനുക്കുപണി നടത്തിയിട്ടുള്ള സമയത്ത് അതിൽ സ്വർണത്തിന്റെ അളവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള പ്ലേറ്റുകളല്ല അവിടെ ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടുകൊണ്ടുള്ള വിധിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ലംഘനം, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം ദേവസ്വത്തിന്റെ ഭാഗത്ത് സംഭവിച്ചു എന്നുള്ളത് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അതിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഈ പുതിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും എന്നെ കള്ളനാക്കിയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടക്കണമെന്നൊരു സൂചന അതിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. പത്മകുമാറിന്റെ പ്രതികരണം വരുമ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് ആർക്കാണ് ലാഭം എന്നാണ് ചോദിക്കുന്നത്. ഇത് കൊണ്ടുപോകുന്ന വ്യക്തിക്കും അദ്ദേഹത്തെ അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ആളുകൾക്കും എല്ലാം അതിൽ ലാഭം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും 5 കിലോളം സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് തകിടുകൾ നഷ്ടപ്പെടുമ്പോൾ അത് ലക്ഷക്കണക്കിന് രൂപ മൂല്യം വരുന്നൊരു സംഗതിയാണ്. ഇത് കൊണ്ടുപോകുന്ന ആൾക്കും അങ്ങനെ ഒരാൾക്ക് സ്വകാര്യ വ്യക്തിക്ക് അത് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനും അത് സ്വന്തം കയ്യിൽ വെക്കാനും അതിൽ ക്രമക്കേട് നടത്താനും ഒക്കെ അനുവദിച്ചിട്ടുള്ള ആളുകൾക്കും അതിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം കൂടി ഉണ്ടാവുന്ന ന്യായമായും സംശയിക്കാവുന്നതാണ്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പ്രതികരിച്ചതിന്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അങ്ങനെ അവസാനിക്കുന്ന ഒന്നല്ല, അത് കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഇനി പ്രതികരിക്കാനില്ല എന്ന നില ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തിന് വെച്ച് പുലർത്താനും കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം കോടതിയുടെ നിർദ്ദേശങ്ങളിൽ, കോടതിയുടെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഉത്തരവിൽ ഇപ്പോൾ വരുന്ന നിർദ്ദേശങ്ങളിലെല്ലാം കൃത്യമായ കെടുകാര്യസ്ഥതയുടെ സൂചനകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം.